ഓണാട്ടുകരയിലെ ആദ്യകാല ഗ്രന്ഥശാലകളിലൊന്നായിരുന്ന ഈരേഴ ശ്രീമൂലവിലാസം ഗ്രന്ഥശാല പുനരുജ്ജീവിപ്പിക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകാതെയാണ് നാട്ടുകാരുടെ ചന്ദ്രശേഖരൻ സാർ എന്ന എസ് ചന്ദ്രശേഖരൻ വിടവാങ്ങിയത്. ശാരീരിക പരിമിതികളെ തോൽപ്പിച്ച് അധ്യാപന രംഗത്തും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലും നിറഞ്ഞുനിന്ന വ്യക്തിത്വമായിരുന്നു എസ് ചന്ദ്രശേഖരൻ്റേത്. തന്റെ വൈകല്യത്തെ തോൽപ്പിച്ചുകൊണ്ട് അധ്യാപന രംഗത്തും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലും നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു എസ് ചന്ദ്രശേഖരൻ്റേത്. ഓണാട്ടുകരയിലെ ആദ്യകാല ഗ്രന്ഥശാലകളിലൊന്നായ ഈരേഴ ശ്രീമൂലവിലാസം ഗ്രന്ഥശാല പുനരുജ്ജീവിപ്പിക്കുക എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകാതെയാണ് നാട്ടുകാരുടെ ചന്ദ്രശേഖരൻ സാർ വിട പറഞ്ഞത്. ഈരേഴ UP സ്കൂൾ മുൻ അധ്യാപകൻ, നിലവിൽ സ്കൂൾ മാനേജർ, ചെട്ടുകുളങ്ങര വടക്ക് കിഴക്കൻ മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവ്, പ്രമുഖ സഹകാരി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച വ്യക്തിയാണ് ചന്ദ്രശേഖരൻ. ചെട്ടുകുളങ്ങര കിഴക്ക് ഭാഗത്ത് ആദ്യമായി DYFI യൂണിറ്റ് രൂപീകരിച്ചപ്പോൾ അതിന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇദ്ദേഹത്തെയായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകളെ വകവയ്ക്കാതെ ജനകീയ പ്രശ്നങ്ങളിലെല്ലാം നേതൃനിരയിലുണ്ടായിരുന്നു അവസാന നിമിഷം വരെയും. ഈ കഴിഞ്ഞ ജൂൺ 5-ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഈരേഴ UP സ്കൂളിൽ നടത്തിയ പരിപാടികളിൽ ചന്ദ്രശേഖരൻ കർമ്മനിരതനായിരുന്നു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് UP സ്കൂളിൽ സീഡ് ഒരുക്കിയ പരിപാടിയുടെ ഉദ്ഘാടകനും എസ് ചന്ദ്രശേഖരനായിരുന്നു. പ്രവർത്തനം നിലച്ചുപോയ ശ്രീമൂലവിലാസം ഗ്രന്ഥശാലയുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനും യുവാക്കളെ വായനയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനുമായി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രവർത്തനം സജീവമാക്കിക്കൊണ്ടിരിക്കെയാണ് ആകസ്മികമായി മരണമെത്തിയത്. ചന്ദ്രശേഖരന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി അദ്ദേഹം മുൻപ് അധ്യാപകനായി ജോലി ചെയ്തിരുന്നതും ഇപ്പോൾ മാനേജരായി പ്രവർത്തിക്കുന്നതുമായ ഈരേഴ UP സ്കൂളിൽ കൊണ്ടുവന്നു. സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളുമടക്കം സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം ചന്ദ്രശേഖരൻ പ്രസിഡന്റായിട്ടുള്ള ഈരേഴ സർവീസ് സഹകരണ ബാങ്കിലും ശ്രീമൂലവിലാസം വായനശാലയിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. തുടർന്ന് വൈകിട്ട് 3 മണിയോടെ സ്വവസതിയിൽ ഭൗതിക ശരീരം സംസ്കരിക്കുകയും ചെയ്തു. CDNet ന്യൂസ്, കായംകുളം.